നമസ്കാരം. CPIയിലെ ശബ്ദരേഖ വിവാദത്തിൽ പുതിയ ട്വിസ്റ്റ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ മോശം പരാമർശം നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ പരാമർശം നടത്തിയ CPIയുടെ മുതിർന്ന നേതാക്കളായ കമല സദാനന്ദനും KM ദിനകരനും ബിനോയ് വിശ്വത്തോട് ഫോണിൽ വിളിച്ച് ഖേദം രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ബിനോയ് വിശ്വം ഇവരുടെ ക്ഷമാപണത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നും സൂചനയുണ്ട്. ഏതായാലും CPI ഈയിടെ പിടിച്ചുലച്ച വലിയൊരു വിവാദമായിരുന്നു ഈ ശബ്ദരേഖ. മാത്രമല്ല മറ്റൊരു പ്രമുഖനായ നേതാവും ബിനോയ് വിശ്വത്തിനെതിരെ ഇത്തരത്തിൽ ഫോണിൽ മോശമായി പ്രതികരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ സംഭാഷണത്തിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തിയത് എന്നാണ് മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്ന വാർത്ത. എന്നാൽ CPI സംസ്ഥാന നേതൃത്വം ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. മാധ്യമങ്ങൾ ബിനോയ് വിശ്വത്തോട് നേരത്തെ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ തന്നെ അദ്ദേഹം നിശബ്ദത പാലിക്കുകയായിരുന്നു ഈ കാര്യത്തിൽ. CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ അന്തരിച്ച സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത്. പാർട്ടിയിലെ ഒരു വിഭാഗം അന്ന് ഇക്കാര്യം എതിർത്തിരുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ബിനോയ് വിശ്വം. അദ്ദേഹം സംസ്ഥാനത്ത് മന്ത്രിയും അതുപോലെ MP ഒക്കെ ആയിരുന്ന ആളാണ്. അതുപോലെ വളരെ പ്രമുഖമായൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ് ബിനോയ് വിശ്വം. അദ്ദേഹത്തിൻ്റെ പിതാവ് CK വിശ്വനാഥൻ CPIയുടെ പ്രമുഖനായ നേതാവും MLA ഒക്കെ ആയിരുന്ന ആളാണ്. അങ്ങനെയുള്ള വളരെ എല്ലാവരും ആദരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നുള്ള ബിനോയ് വിശ്വത്തിനെതിരെ വളരെ മോശമായ പരാമർശം നടത്തി എന്നതിൻ്റെ പേരിൽ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമായി പോലും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ബിനോയ് വിശ്വം ആകട്ടെ ഇപ്പോഴും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയാണ്. ഏതായാലും CPIയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പാർട്ടി കടന്നു പോകുന്നത്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം CPMന് മുന്നിൽ പലപ്പോഴും CPI കീഴടങ്ങുന്നു എന്നുള്ള ആരോപണം പാർട്ടി അണികളിൽ നിന്ന് തന്നെ വ്യാപകമായി ഉയരുന്നുണ്ട്. ഇപ്പോൾ ലോക്സഭയിൽ പാർട്ടിക്ക് പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥയാണ്. നിയമസഭയിലൊക്കെ തന്നെ MLAമാരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണെന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചാ വിഷയമായതാണ്. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പാർട്ടി അച്ചടക്ക രീതികൾ വെച്ച് നോക്കുമ്പോൾ അത് അച്ചടക്ക ലംഘനമായി തന്നെയാണ് അവർ കണക്കാക്കാറുള്ളത്. എന്നാൽ ഇത് ഇവർ തന്നെയാണോ പറഞ്ഞതെന്നുള്ള സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല. എങ്കിലും ഇവർ രണ്ടുപേരും ക്ഷമാപണം നടത്തി എന്നുള്ളത് നിലവിലെ രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.